പറപ്പൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഞ്ചായത്ത് കേരളോത്സവം, ദേശാഭിമാനി ജേതാക്കൾ, തെരുവ് നായ്ക്കൾ അരങ്ങുവാഴുന്നു. പറപ്പൂർ പള്ളി തിരുനാളിന് മുന്നോടിയായി വിവിധ കമ്മിറ്റികൾ നിലവിൽ വന്നു. സംസ്ഥാന അവാർഡ് ജേതാവ് ജെയിംസ് മാസ്റ്റർക്ക് ഉജ്ജ്വല സ്വീകരണം. പറപ്പൂർ മെയിൻ റോഡ് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചക്കാലമായി പറപ്പൂർ സെന്റ് ജോൺസ് ഗ്രൌണ്ടിലും കുന്നത്ത് ഓഡിറ്റോറിയത്തിലുമായി നടന്നുവന്ന തോളൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി NP സരോജിനിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ദേശാഭിമാനി കലാകായിക വേദി ക്ലബിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സമ്മാനിച്ചു. സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. ചടങ്ങിൽ ഷീന വിൽസൺ, ലൈജു എടക്കുളത്തൂർ, ശ്രീകല കുഞ്ഞുണ്ണി, ആനി ജോസ്, സതീശൻ, ലിസ ഫ്രാൻസിസ്, ശൈലജ ബാബു, KC ഷാജു, PI ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പറപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പറപ്പൂർ പള്ളി പരിസരത്ത് കഴിഞ്ഞ ദിവസം 4ഓളം പേരെ നായ്ക്കൾ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. മാർക്കറ്റിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോഴി വേസ്റ്റും മത്സ്യമാംസാവശിഷ്ടങ്ങളും മറ്റും ഭക്ഷിച്ച് യഥേഷ്ടം വിഹരിക്കുന്ന ഇവ കാൽനടക്കാരെ ഉപദ്രവിക്കുന്നത് ഗൌരവമുള്ള കാര്യം തന്നെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. മാർക്കറ്റ്, ഗ്രൗണ്ട്, ഹൈസ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഇവകൾ സമീപത്തെ വീടുകളിലെ കോഴികളെയും ചെറുജീവികളെയും പിടിച്ചുകൊണ്ടുപോകുന്നതും സർവ്വസാധാരണമായിരിക്കുന്നു. അത്യധികം ഗൌരവമേറിയ ഈ വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്നത് വേദനാജനകം തന്നെ. അനുദിനം പെറ്റുപെരുകുന്ന ഇവകൾ മനുഷ്യജീവന് നേരെ ഉയർത്തുന്ന വെല്ലുവിളി തടയണമെന്നും എത്രയും വേഗം ഇക്കാര്യത്തിൽ അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തെരുവ് നായ്ക്കളെ പിടിക്കാൻ പാലക്കാട് നെന്മാറയിൽ നിന്നുള്ള ഒരു ടീമുമായി ടെൻഡർ ചെയ്തു കഴിഞ്ഞുവെന്നാണ് അധികൃതരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പറപ്പൂർ സെന്റ് ജോൺസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ റോസായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന്റെ മുന്നോടിയായി വിവിധ കമ്മിറ്റികൾ നിലവിൽ വന്നു. റവറന്റ് ഫാദർ പോളി നീലങ്കാവിന്റെ അധ്യക്ഷതയിൽ തിരുനാൾ മുന്നൊരുക്കമായി നടന്ന പൊതുയോഗത്തിൽ നിന്നാണ് കമ്മിറ്റി കൺവീനർമാരെ തെരഞ്ഞെടുത്തത്. ജനറൽ കൺവീനർ ശ്രീ PO കുര്യൻ, ജോയിന്റ് കൺവീനർമാർ ശ്രീ KI ആന്റണി, ശ്രീ ജോസഫ് K ആന്റണി എന്നിവർക്ക് പുറമെ ഫൈനാൻസ് ശ്രീ CT ജെയിംസ് മാസ്റ്റർ, വെടിക്കെട്ട് ശ്രീ AD പിയൂസ്, ദീപാലങ്കാരം ശ്രീ ഡേവിസ് വടക്കൻ, പബ്ലിസിറ്റി ശ്രീ EP വർഗീസ്, അരങ്ങ് ശ്രീ PD ജോർജ്, പള്ളി അലങ്കാരം ശ്രീ PT ടോണി, തമുക്ക് ശ്രീ CI ഫ്രാൻസിസ്, എന്റർടൈൻമെന്റ് ശ്രീ PP ജോണി, നേർച്ച ശ്രീ ലിംസൺ മാസ്റ്റർ, വളണ്ടിയർ ശ്രീ ജോണച്ചൻ എന്നിവരെ തെരഞ്ഞെടുത്തു. നവംബർ 23, 24, 25 തീയതികളിൽ നടക്കുന്ന തിരുനാൾ തിരുകർമ്മങ്ങളും അമ്പ് വളയെഴുന്നള്ളിപ്പുകളും പൂർവാധികം മോടി കൂട്ടാനും അച്ചടക്കത്തോടെ നടത്താനുമുള്ള ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. മുൻ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി നവനാൾ തിരുകർമ്മങ്ങൾ സ്പോൺസർ ചെയ്യാൻ സൗകര്യമുണ്ടായിരിക്കുമെന്ന് അറിയുന്നു. 15 വയസ്സ് പൂർത്തിയായ ഏവർക്കും പ്രസിദ്ധന്തി വാഴ്ചയിൽ പങ്കാളികളാകാമെന്നതും ഇക്കൊല്ലത്തെ പ്രത്യേകതകളാണ്. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ തരകൻ പൊതുയോഗത്തിൽ സന്നിഹിതനായിരുന്നു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായിരുന്ന ശ്രീ CT ജെയിംസ് മാസ്റ്റർ ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡിന് അർഹനായി. സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ ജോമി ഫ്രാൻസിസ് മേക്കാട്ടുകുളത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകി. സ്കൂൾ മാനേജർ വെരി റവറന്റ് ഫാദർ പോളി നീലങ്കാവിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുമോദന സമ്മേളനം തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി NP സരോജിനി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ആദരിക്കാൻ അവകാശമുള്ള ഒരു അധ്യാപകനാണ് ജെയിംസ് മാസ്റ്റർ. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ചെല്ലുമ്പോഴേക്കും ആൾ ചിരിച്ചുകൊണ്ടൊരു വരവാണ്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവമുള്ള കാര്യമാണെങ്കിൽ പോലും അത് വളരെ ശാന്തമായി രീതിയിൽ സംസാരിച്ചു പോകും. അതാണ് മാസ്റ്റർ പ്രകൃതം. അത്തരത്തിലുള്ള ഒരു അധ്യാപകന് ഈ അവാർഡ് കിട്ടി എന്ന് പറയുന്നതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കിട്ടാൻ അർഹതയുള്ള ഒരു അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. നാം ഇന്ന് നമ്മുടെ ഈ സ്കൂളിന്റെ തന്നെ അഭിമാനമായി
നമ്മുടെ മുൻ അധ്യാപകനായിരുന്ന ഈ സ്കൂളിന്റെ അധ്യാപകനും അതിനേക്കാൾ ഉപരിയായി നിങ്ങളെപ്പോലെ ഈ സ്കൂളിൽ പഠിച്ച് കളിച്ച് നമ്മുടെ നാടിന്റെ തന്നെ ഭാഗമായ സിറ്റി ജെയിംസ് മാസ്റ്റർക്ക് ഇന്ന് സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാനുള്ള അവസരമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തിലെ ബെസ്റ്റ് അധ്യാപകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ഈ ഗ്രാമത്തിലെ നല്ല ഒരു അധ്യാപകനായി വർത്തിച്ച് പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്കൂളിന്റെ തന്നെ പ്രവർത്തനങ്ങളിലെ വളരെയേറെ ശ്രദ്ധാലുവായിരുന്ന സി ടി ജെയിംസ് മാസ്റ്റർ ആണെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. ഇവിടെ ഞാൻ കുട്ടികൾക്ക് കാലത്ത് 7:45 തൊട്ട് ഏതാണ്ട് 9:30-9:45 വരെ സ്പെഷ്യൽ ക്ലാസ് വയ്ക്കാറുണ്ട് ചിത്രകലയ്ക്ക്. അപ്പൊ മറ്റുള്ള അധ്യാപകര് എന്നോട് പറയും, നിന്റെ പോർഷൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അവര് ഈ കണക്കും ഇംഗ്ലീഷും സയൻസും സാമൂഹിക എടുത്ത് തീർക്കാൻ വേണ്ടി പാടുപെടുമ്പോ എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഈ സമീപ പ്രദേശത്ത് നടക്കുന്ന എല്ലാ ചിത്രരചന മത്സരങ്ങൾക്കും കുട്ടികളെ കൊണ്ടുപോകണം, അവരെ നന്നായിട്ട് ഒരുക്കണം. ഒരു കൊച്ചു പ്രതലത്തില് കുട്ടികളെ വരകളെ കൊണ്ട് വർണ്ണങ്ങളെ കൊണ്ട് അതിൽ മായാപ്രപഞ്ചം സൃഷ്ടിച്ച് ആ സൃഷ്ടികർമ്മം നടത്തുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന മനസ്സിന്റെ ആനന്ദം, കുട്ടിയുടെ സുഖം, കുട്ടിയുടെ സന്തോഷം, അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ഡ്രോയിങ് മാഷുമാർക്കും ഈ ചിത്രരചന എന്ന് പറഞ്ഞാല് ഇതിന്റെ ആഴങ്ങളിലേക്ക് ഒന്നും ഇറങ്ങി ചെല്ലാൻ സാധിക്കും. വലിയ സാധ്യതയുള്ള സംഭവമാണ്. കുട്ടിയുടെ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ, കുട്ടിക്ക് ധൈര്യം, ആത്മവിശ്വാസം, ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ഒരുപാട് നല്ല ഫലങ്ങള്, സൽഫലങ്ങള് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ചിത്രകല. PTA പ്രസിഡന്റ് ജോർജ് മാത്യു അവർകൾ ജെയിംസ് മാസ്റ്റർക്ക് ഉപഹാരം നൽകി സ്വീകരിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ഷീന വിൽസൺ, മദർ PTA ശൈലജ പ്രദീപ്, വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ്, PV ജോസഫ്, AT സണ്ണി മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പറപ്പൂർ മെയിൻ റോഡ് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. റോഡിന് ഇരുവശവും വീതി കൂട്ടി ആധുനിക രീതിയിലുള്ള മെക്കാഡം ടാറിംഗ് നടന്നുവരുന്നു. ഇപ്പോൾ പറപ്പൂർ പള്ളിയുടെ സമീപത്തായി കാന നിർമ്മാണത്തിന്റെ അവസാന ഘട്ട വർക്കുകളാണ് നടക്കുന്നത്. ഈ ഭാഗത്തുകൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും അടച്ചു. ചാലക്കൽ റോഡ് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. 45 ദിവസങ്ങൾക്കകം മുള്ളൂർക്കായൽ മുതൽ കടാന്തോട് വരെയുള്ള ഭാഗത്തിന്റെ പണി പൂർത്തീകരിക്കാനാകുമെന്നാണ് കരാറുകാരൻ നൽകുന്ന വിവരം. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി പുഴയ്ക്കൽ ക്ഷീരസഹകരണ സംഘത്തിന്റെ ഭൂമി തട്ടിയെടുത്തുവെന്ന് ആരോപിച്ച് CPM തോടൂർ ലോക്കൽ കമ്മിറ്റി പറപ്പൂർ ചന്ത പരിസരത്ത് വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസ്തുത യോഗം പ്രൊഫസർ M മുരളീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PK പുഷ്പാകരൻ, P ഉണ്ണികൃഷ്ണൻ, KP രവീന്ദ്രൻ, സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പറപ്പൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന ലളിതകലാ അക്കാദമി അവാർഡ് വിന്നറുമായ OC മാർട്ടിൻ പറപ്പൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ തിരഞ്ഞെടുത്ത 40ഓളം വിദ്യാർത്ഥികൾക്ക് ചിത്രകലയുടെയും ഓയിൽ പെയിന്റിംഗിന്റെയും ബാലപാഠങ്ങൾ പരിശീലിപ്പിച്ചു. പറപ്പൂർ പ്രൊഫഷണൽ CLCയുടെ നേതൃത്വത്തിൽ ദൈവദാസൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ കബറിടത്തിലേക്ക് തീർത്ഥാടന പദയാത്ര സംഘടിപ്പിച്ചു. ഒക്ടോബർ 13 തീയതിയാണ് ഊക്കനച്ചന്റെ 57ാം ശ്രാദ്ധാചരണം. ജന്മനാടായ പറപ്പൂരിൽ നിന്നും ഗവരിടം സ്ഥിതി ചെയ്യുന്ന ചൊവ്വന്നൂരിലേക്ക് പദയാത്ര സംഘടിപ്പിക്കുന്നത് ഇത് 3ാം തവണ. പദയാത്ര ഒക്ടോബർ 6 തീയതി കാലത്ത് 6:15 ഫൊറോന വികാരി വെരി റവറന്റ് ഫാദർ പോളി നീലങ്കാവിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാവിലെ 10:20 ഊക്കനച്ചന്റെ ഗവരിടമായ ചൊവ്വന്നൂരിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ, വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് കൈക്കാരന്മാർ ചേർന്ന് സ്വീകരിച്ചു. ഇടവാംഗങ്ങൾ നൽകിയ നേർച്ച ഭക്ഷണവും ഉണ്ടായിരുന്നു.
കൺവീനർ ശ്രീ PD ജോർജ്, ജോർജ് മാത്യു, CA അലക്സ്, PR ജോസഫ്, CC ജോൺ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പഞ്ചായത്ത് കേരളോത്സവം ദേശാഭിമാനി ജേതാക്കൾ. തെരുവ് നായ്ക്കൾ അരങ്ങുവാഴുന്നു. പറപ്പൂർ പള്ളി തിരുനാളിന് മുന്നോടിയായി വിവിധ കമ്മിറ്റികൾ നിലവിൽ വന്നു. സംസ്ഥാന അവാർഡ് ജേതാവ് ജെയിംസ് മാസ്റ്റർക്ക് ഉജ്ജ്വല സ്വീകരണം. പറപ്പൂർ മെയിൻ റോഡ് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു.